അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നതാണ് മാച്ചിങ് കൺസെപ്റ്റ്. ഈ മാച്ചിങ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു പൊരുത്തം ഉണ്ടായിരിക്കുക. അതായത് ഒരു അക്കൗണ്ടിങ് ഇയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വർഷമാണ് ഒരു അക്കൗണ്ടിങ് ഇയർ എന്ന് പറഞ്ഞാൽ 12 മാസം. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഒരു അക്കൗണ്ടിങ് ഇയർ സാധാരണഗതിയിൽ നമ്മൾ എഴുതുന്നത് 1 ഏപ്രിൽ ടു 31 മാർച്ച്. അതായത് ഒരു വർഷത്തിൻ്റെ ഏപ്രിൽ മാസം തൊട്ട് പിറ്റേ വർഷം മാർച്ച് 31 വരെയാണ് ഒരു അക്കൗണ്ടിങ് ഇയർ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു അക്കൗണ്ടിങ് ഇയറിലുണ്ടാകുന്ന എന്തൊക്കെ വരുമാനം ഉണ്ടായാലും ആ വരുമാനം ഉണ്ടാക്കാനായിട്ട് എത്രത്തോളം ചിലവ് വന്നു അത് നമ്മൾ കാണിക്കേണ്ടി വരും. അതൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ലാഭനഷ്ട കണക്കുകളാണ് അതിൻ്റെ അത് എഴുതുന്നത്. അപ്പോൾ അതിനകത്ത് ലാഭമാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരുമാനം വരും, സെയിൽസൊക്കെ വഴിയായിട്ട് എന്തെങ്കിലുമൊക്കെ വരുമാനം വരും. ആ വരുമാനത്തിനെയാണ് നമ്മൾ റവന്യൂ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ വരുമാനം ഉണ്ടാക്കുന്നതിനായിട്ട് എത്രത്തോളം ചിലവുകൾ വന്നു എന്ന് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കാണിക്കുന്നുണ്ട്, എക്സ്പെൻസിൻ്റെ സൈഡിൽ കാണിക്കുന്നുണ്ട്. അത് തമ്മിൽ ഒരു പൊരുത്തം ഉണ്ടാവണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇൻകം ടാക്സ് ഓഫീസേഴ്സോ ആരെങ്കിലും വന്ന് ചോദിക്കുകയാണ് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ വരുമാനം ഉണ്ടായതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന കാര്യങ്ങൾ ചെയ്യുന്ന വഴിയായിട്ടാണ് ഞങ്ങൾക്ക് വരുമാനം ഉണ്ടായത്. അപ്പം കുറേ എക്സ്പെൻസുകൾ അവിടെ വരുന്നുണ്ട്. ആ എക്സ്പെൻസുകൾ ഉണ്ടായത് മൂലമാണ് ഞങ്ങൾക്ക് ഈ വരുമാനം ഉണ്ടായതെന്ന് കാണിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ ആ വർഷത്തെ വരുമാനവും ചിലവും തമ്മിൽ അവിടെ ഒരു പൊരുത്തം ഉണ്ടായിരിക്കണം. അതിനെയാണ് ഈ മാച്ചിങ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ദ പ്രോസസ് ഓഫ് അസർട്ടൈനിങ് ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്. നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ അല്ലെങ്കിൽ കമ്പനിയുടെ ലാഭം അസർട്ടൈൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഏൺഡ് ഓർ ലോസ് ഇൻകേർഡ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ പീരീഡ്. അതല്ലാന്നുണ്ടെങ്കിൽ നഷ്ടം ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഉണ്ടായി എന്നുള്ളത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ചിലപ്പോൾ ലാഭമായിരിക്കാം, ചിലപ്പോൾ നഷ്ടമായിരിക്കാം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇൻവോൾവ്സ് ഡിഡക്ഷൻ ഓഫ് റിലേറ്റഡ് എക്സ്പെൻസസ് ഫ്രം ദ റവന്യൂ ഏൺഡ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. അതായത് ഒരു അക്കൗണ്ടിങ് പീരീഡിൽ ഉണ്ടായിരിക്കുന്ന വരുമാനത്തിൽ നിന്നും ഈ അവിടെ ആ വർഷം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചിലവുകൾ കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞേക്കുന്ന ഒരു പ്രോഫിറ്റാണോ ലോസ് ആണോ എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുക. അതായത് ഒരു അക്കൗണ്ടിങ് പീരീഡിൽ 12 മാസമാണ് ഒരു അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. ആ 12 മാസത്തെ വരുമാനം നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. എത്രത്തോളം സെയിൽസ് വഴി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റവന്യൂസ് വഴി നമുക്ക് എത്രത്തോളം വരുമാനം ഉണ്ടായെന്ന് ആദ്യം കണ്ടുപിടിക്കും. അപ്പോൾ ആ വരുമാനം ഉണ്ടാക്കാനായിട്ട് കുറേ ചിലവ് വന്നിട്ടുണ്ട്. റെൻറ്റ് കൊടുത്ത് കാണും, സാലറി കൊടുത്ത് കാണും, ഗുഡ്സ് പർച്ചേസ് ചെയ്ത് കാണും, കുറേ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് കാണും. അങ്ങനെ കുറേ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ വരുമാനം ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ എക്സ്പെൻസ് വന്ന് കാണും. അതായത് ഒരു അക്കൗണ്ടിങ് ഇയറിൽ വരുമാനം ഉണ്ടാക്കുന്നതിനായിട്ട് ഉണ്ടായിരിക്കുന്ന ചിലവുകൾ അത് കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ലാഭം അല്ലെങ്കിൽ നഷ്ടം ഉണ്ടാകുന്നത്. വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവ് വരുവാണ് നഷ്ടമായിരിക്കും. അതേസമയം വരുമാനത്തേക്കാൾ കുറവാണ് ചിലവെങ്കിൽ ലാഭമായിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഒരു വർഷം വരുമാനം ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മൾ നമുക്ക് വേണ്ടി വന്ന എക്സ്പെൻസുകളെ അതിനെ എല്ലാത്തിനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ്? ആ റവന്യൂവിൻ്റെ അന്ന് ആ എക്സ്പെൻസ് കുറയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷമാണ് ലാഭമാണോ നഷ്ടമാണെന്ന് കണ്ടുപിടിക്കുന്നത്. ഇനി ദ മാച്ചിങ് കൺസെപ്റ്റ് എംഫസൈസ് എക്സാക്ട്ലി ഓൺ ദിസ് ആസ്പെക്റ്റ്. അപ്പോൾ മാച്ചിങ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, ഇതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. എന്താണെന്ന് നോക്കാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എക്സ്പെൻസസ്. അപ്പോൾ മാച്ചിങ് കൺസെപ്റ്റ് പറഞ്ഞിരിക്കുകയാണ്, സ്റ്റേറ്റ് ചെയ്യുകയാണ് എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ ആൻ അക്കൗണ്ടിങ് പീരീഡ്. ഒരു അക്കൗണ്ടിങ് ഇയറിൽ ഉണ്ടാകുന്ന ചിലവുകൾ, അതായത് 2-3 വർഷത്തെ കാര്യമല്ല പറയുന്നത്, ഒരു അക്കൗണ്ടിങ് ഇയറിലുണ്ടാകുന്ന ഒരു വർഷം, അതായത് 12 മാസത്തിലുണ്ടാകുന്ന എല്ലാ ചിലവുകളും ടു ബി മാച്ച്ഡ് വിത്ത് റവന്യൂ ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. അത് എന്തുമായിട്ട് മാച്ചായിരിക്കണം? ആ വർഷം ഉണ്ടാകുന്ന വരുമാനമായിട്ട് അതിനൊരു മാച്ചായിരിക്കണം, പൊരുത്തം ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ് ഈ മാച്ചിങ് കൺസെപ്റ്റിനകത്ത് പറയുന്നത്. ഇത്രേ ഉള്ളൂ. ഒരു വർഷം ഉണ്ടാകുന്ന കുറേ വരുമാനങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ അത് പഠിക്കുന്നുണ്ട്. ഏതൊക്കെ രീതി സെയിൽസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. സെയിൽസ് അല്ലെങ്കിൽ നമുക്ക് ഈ ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടി, അല്ലെങ്കിൽ ഡിവിഡൻഡ് കിട്ടി, അങ്ങനെ പല രീതിയിൽ നമുക്ക് വരുമാനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ വരുമാനങ്ങൾക്കെല്ലാം നമ്മൾ എന്ത് കാണിക്കണം? ഇത് കാണിക്കണം. നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ വരുമാനം ഉണ്ടാക്കിയത്, അതിനായിട്ട് നമുക്ക് എന്തോരം ചിലവ് വന്നു എന്ന് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് തമ്മിലൊരു പൊരുത്തം ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ് ഈ മാച്ചിങ് കൺസെപ്റ്റിനകത്ത് പറഞ്ഞേക്കുന്നത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ ആൻ അക്കൗണ്ടിങ് പീരീഡ്. ഒരു അക്കൗണ്ടിങ് പീരീഡിൽ നമുക്കുണ്ടാകുന്ന ചിലവുകൾ ഷുഡ് ബി മാച്ച്ഡ് വിത്ത് റവന്യൂ ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. അത് എന്തുമായിട്ട് മാച്ചായിരിക്കണം? റവന്യൂ ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. ആ വർഷം ദാറ്റ് പീരീഡ് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അക്കൗണ്ടിങ് പീരീഡ് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു വർഷം നമുക്കുണ്ടാകുന്ന ചിലവുകൾ ആ വർഷത്തെ വരുമാനവുമായിട്ട് മാച്ചായിരിക്കണം. അതാണ് മാച്ചിങ് കൺസെപ്റ്റിനകത്ത് പറയുന്നത്. അതോടൊപ്പം ഈ ഒരു കാര്യത്തോടെ എഴുതി വെച്ചേക്കുക. ഇറ്റ് മീൻസ് ദാറ്റ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദെയർ ഈസ് എ മാച്ച് ബിറ്റ്വീൻ എക്സ്പെൻസസ് ആൻഡ് ഇൻകം ഡ്യൂറിങ് ദ അക്കൗണ്ടിങ് പീരീഡ്. ഒരു അക്കൗണ്ടിങ് പീരീഡിലുണ്ടാകുന്ന എക്സ്പെൻസും ഇൻകവും വരുമാനവും ചിലവും തമ്മിൽ ദെയർ ഈസ് എ മാച്ച്, അത് തമ്മിലൊരു പൊരുത്തം ഉണ്ടായിരിക്കണം. അതാണ് ഈ മാച്ചിങ് കൺസെപ്റ്റ് വഴി പ്രകാരം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് കൂടുതൽ നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ പഠിക്കുന്നതാണ്. തൽക്കാലം ഇത് പഠിച്ചു വെക്കുക. എന്താണ് മാച്ചിങ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ,
മാച്ചിങ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ദെയർ ഇസ് എ മാച്ച് ബിറ്റ്വീൻ എക്സ്പെൻസസ് ആൻഡ് ഇൻകം ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് പീരീഡ്. ഒരു അക്കൗണ്ടിങ് പീരീഡിൽ ഉണ്ടാകുന്ന എല്ലാ വരുമാനത്തിനും വരുമാനവും ചിലവും തമ്മിൽ ഒരു പൊരുത്തം ഉണ്ടാകണം എന്നുള്ള കാര്യമാണ് മാച്ചിങ് കൺസെപ്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്താണ് ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ്. ഡിസ്ക്ലോഷർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അതായത് നമ്മളൊരു അക്കൗണ്ട് ബുക്കിനകത്ത് നമ്മുടെ ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും, അതായത് ക്യാഷുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ അത് മറ്റു ആൾക്കാർ, അതായത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. ഈ പറഞ്ഞേക്കുന്ന പോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ്, സപ്ലയേഴ്സ്, ലെൻഡേഴ്സ്, പൈസ കൊടുക്കുന്നവർ, അല്ലെങ്കിൽ കമ്പനിയുടെ മാനേജേഴ്സ്, ഇങ്ങനെ പലരും നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമായിട്ടുള്ളവരുണ്ട്. അവർക്കത് നോക്കുമ്പോൾ നന്നായിട്ട് രീതിയിൽ മൊത്തം കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത്, അതായത് ഒരു ട്രാൻസാക്ഷൻ എന്തെങ്കിലും ഫുഡ് നോട്ട് നമുക്കറിയാം, ഒരു സ്റ്റാർ ഇട്ടിട്ട് അതിനെ പറ്റിയിട്ടുള്ള കുറേ ഡീറ്റെയിൽസ് നമ്മൾ കാണാറുണ്ട് അങ്ങനെയൊക്കെ പുസ്തകത്തിലൊക്കെ. അല്ല, ഏതെങ്കിലും ഒരു പോയിൻ്റിന് മുകളിൽ ഒരു സ്റ്റാർ കാണാം, എന്നിട്ട് ആ പേജിൻ്റെ ഏറ്റവും താഴെ അതിനെപ്പറ്റി കുറച്ചുകൂടെ കാര്യങ്ങൾ എഴുതിയിട്ടുള്ളത് നമുക്ക് കാണാം. എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഫുഡ് നോട്ടൊക്കെ കൊടുക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അതെല്ലാം കൊടുത്തിട്ട് വേണം നമ്മൾ അക്കൗണ്ടിങ് തയ്യാറാക്കാനായിട്ട്. അതാണ് ഈ ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ബൈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ യൂസ്ഡ് ബൈ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ സച്ചസ് ഇൻവെസ്റ്റേഴ്സ്, ലെൻഡേഴ്സ്, സപ്ലയേഴ്സ് ആൻഡ് അതേഴ്സ് ഇൻ ടേക്കിംഗ് വേരിയസ് ഫിനാൻഷ്യൽ ഡിസിഷൻ. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്നുണ്ട്. അതാരാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ബൈ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്, പലതരത്തിലുള്ള ഗ്രൂപ്പ്സാണ് അത് ഉപയോഗിക്കുന്നത്. ഇൻവെസ്റ്റേഴ്സ് ഉപയോഗിക്കാറുണ്ട്, അതായത് പൈസ കമ്പനിയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ. ലെൻഡേഴ്സ്, കമ്പനിക്ക് പൈസ കടം കൊടുക്കുന്നവർ. ഗുഡ്സ് കൊടുക്കുന്നവർ, സപ്ലയേഴ്സ് ആൻഡ് അതേഴ്സ്, അല്ലെങ്കിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കേണ്ട കമ്പനിയുടെ മാനേജേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഈ പറഞ്ഞേക്കുന്ന അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യപ്പെടാറുണ്ട്. In the corporate form of organization, there is a distinction between those managing the affairs of the enterprise and those owing it. ഇപ്പോഴത്തെ ഒരു കോർപ്പറേറ്റ് കമ്പനി നമുക്കറിയാം, കമ്പനിയുടെ മാനേജേഴ്സും കമ്പനിയുടെ ഓണർമാരും രണ്ടും സെപ്പറേറ്റ് ആയിരിക്കും കൂടുതലും. കാരണം ഇപ്പം മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ പല രാജ്യങ്ങളിൽ, അതിനായി മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറയുന്നത് പല രാജ്യങ്ങളിൽ ബിസിനസ്സുള്ള കമ്പനികൾ. അപ്പോൾ അവിടുത്തെ ഓണർമാർക്ക് എല്ലായിടത്തും ഓടിപ്പാഞ്ഞ് നടന്ന് അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോ സ്ഥലത്തുള്ള ബിസിനസ് ഓരോ മാനേജർമാർക്ക് അവർ കൈമാറിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ഈ അവിടെയുള്ള ഈ ഓണർമാർക്കെല്ലാം കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓണർമാർക്ക് ഓരോ മാനേജർമാർക്കെല്ലാം കാര്യങ്ങൾ, കമ്പനിയെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ എന്ത് വായിച്ചാലും അറിയാൻ പറ്റത്തുള്ളൂ? കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വായിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അത് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പക്കയായിട്ട് എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഡിസ്ക്ലോഷർ ചെയ്ത്, അതായത് എല്ലാ കാര്യങ്ങളും അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാനായിട്ട്. Financial statements, however, are the only or basic means of communicating financial information to all interested parties. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഒരു വഴി, അതോടെ അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു വഴി എന്തിനുള്ളത്? ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ടു ഓൾ ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. ഒരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അത് ആവശ്യപ്പെടുന്ന ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് സാധനം വെച്ചിട്ടാണ് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഈ പറഞ്ഞേക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞേക്കുന്ന ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ബിക്കംസ് ഓൾ ദ മോർ ഇമ്പോർട്ടൻറ്റ്. ഇനി അടുത്തതിലാണ് നമ്മൾ ഇത് ഫുൾ ഡിസ്ക്ലോഷർ എന്താണെന്നുള്ള കാര്യം പറയാൻ പോകുന്നത്. ഇറ്റ് ബിക്കംസ് ഓൾ മോർ ഇമ്പോർട്ടൻറ്റ് therefore that the financial statements make a full, fair and adequate disclosure of all information which is relevant for taking financial decision. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഒരു സാമ്പത്തിക തീരുമാനം, ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിച്ച് ഈസ് റിലവൻറ്റ് ഫോർ ടേക്കിംഗ് ഫിനാൻഷ്യൽ ഡിസിഷൻസ്, അതായത് സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എവിടെ ആഡ് ചെയ്തിരിക്കണം? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ആഡ് ചെയ്തിരിക്കണം. മേക്സ് ഫുള്ള്, അത് ഫുള്ളായിരിക്കണം, ഫെയർ ആയിരിക്കണം, സത്യസന്ധമായിരിക്കണം. ആഡിക്വേറ്റ് ഡിസ്ക്ലോഷർ, അതിനകത്ത് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും, ആഡിക്വേറ്റ് ഡിസ്ക്ലോഷർ ഓഫ് ഓൾ ഇൻഫർമേഷൻ. അപ്പം അതിനകത്ത് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഇത് വായിക്കുന്ന ആൾക്കാർക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ രീതിയിലുള്ള എല്ലാ ഇൻഫർമേഷനും എവിടെ ഉണ്ടായിരിക്കണം? ഈ പറഞ്ഞേക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഉണ്ടായിരിക്കണം. അതാണ് ഈ ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിളിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇനി കുറച്ച് കാര്യങ്ങളോട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, എന്താണെന്ന് നോക്കാം. ദി പ്രിൻസിപ്പിൾ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ റിക്വയർ ദാറ്റ് ഓൾ മെറ്റീരിയൽ ആൻഡ് റിലവൻറ്റ് ഫാക്ട്സ് കൺസേണിംഗ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ആൻ എൻ്റർപ്രൈസ് must be fully and completely disclosed in the financial statements and accompanying footnotes. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ദ പ്രിൻസിപ്പിൾ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ
അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓൾ മെറ്റീരിയൽ ആൻഡ് റിലവൻറ്റ് ഫാക്ട്സ്, അതിൻ്റെ അകത്ത് എല്ലാ ആവശ്യമായിട്ടുള്ള ഫാക്ട്സ്, എല്ലാ മെറ്റീരിയൽ ആയിട്ടുള്ള, അതായത് പൈസയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതോടൊപ്പം തന്നെ എല്ലാ ആവശ്യമായിട്ടുള്ള ഫാക്ട്സും ഒരു ബിസിനസ്സുമായിട്ട് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്തിരിക്കണം, ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ആഡ് ചെയ്യണം. എങ്ങനെയാണ് ചെയ്യേണ്ടത്? മസ്റ്റ് ബി ഫുള്ളി ആൻഡ് കംപ്ലീറ്റ്ലി ഡിസ്ക്ലോസ്ഡ്, മൊത്തമായിട്ട് ഫുള്ളായിട്ട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കണം, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കണം. ആൻഡ് അക്കമ്പനിങ് ഫുഡ് നോട്ട്സ്, അതോടൊപ്പം തന്നെ എന്ത് നമ്മൾ കൊടുത്തിരിക്കണം? ഫുഡ് നോട്ട്സും കൊടുക്കണം, ആവശ്യമെങ്കിൽ ഫുഡ് നോട്ട്സും കൊടുക്കണം. ദിസ് ഈസ് ടു എനേബിൾ ദ യൂസേഴ്സ് ടു മേക്ക് കറക്റ്റ് അസസ്മെൻറ്റ്. ഇങ്ങനെ കൃത്യമായിട്ട് ഫുഡ് നോട്ട്സും അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കറക്റ്റായിട്ട് നമുക്ക് അസസ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. എബൌട്ട് ദ പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ഓഫ് ദ എൻ്റർപ്രൈസ്. ഇപ്പോൾ ഒരു കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയും കമ്പനിക്ക് എത്ര അസറ്റ് ഉണ്ട്, ലയബിലിറ്റി ഉണ്ട്, അതാണ് ഫിനാൻഷ്യൽ സൗണ്ട്നെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ഫെയർ ആയിട്ടുള്ള, ഫുള്ളായിട്ടുള്ള, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓഫ് ദ എൻ്റർപ്രൈസ് ആൻഡ് ഹെൽപ്പ് ദം ടു ടേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ്, അതുണ്ടെങ്കിൽ മാത്രമാണ് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് കമ്പനിക്ക് സാധിക്കുകയുള്ളൂ. ടു എൻഷുർ പ്രോപ്പർ ഡിസ്ക്ലോഷർ ഓഫ് മെറ്റീരിയൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അപ്പം ഈ ഫുൾ ഡിസ്ക്ലോഷർ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ദ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 ഹാസ് പ്രൊവൈഡഡ് എ ഫോർമാറ്റ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഓഫ് ദ കമ്പനി. അപ്പം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഇടുന്നതിന് വേണ്ടിയിട്ട് 1956 കമ്പനി ആക്ട് പ്രകാരം ഒരു ഫോർമാറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ആ ഫോർമാറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്? പ്രിപ്പറേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്നതിന് കമ്പനി ആക്ട് പ്രകാരം ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു സാധനമാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് നമ്മളത് പഠിക്കുന്നുണ്ട്, ആ ഫോർമാറ്റ് എങ്ങനെയാണ്. അതും പ്രകാരമാണ് എല്ലാവരും അത് ചെയ്യേണ്ടത്. ഇപ്പോൾ കമ്പനി ആക്ട്സ് പറഞ്ഞിട്ടുള്ള ആ രീതിയിൽ അല്ല ആരെങ്കിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്നതെങ്കിൽ അതാരും അംഗീകരിക്കുന്നതല്ല, ഇൻകം ടാക്സ് അതോറിറ്റി അല്ലെങ്കിൽ ആരും അത് അംഗീകരിക്കുന്നതല്ല. കമ്പനി ആക്ട് 1956 ഒരു ഫോർമാറ്റ് പറഞ്ഞിട്ടുണ്ട്, അതും പ്രകാരമാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എല്ലാം തയ്യാറാക്കേണ്ടത്. ദ റെഗുലേറ്ററി ബോഡീസ് ലൈക്ക് സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് സെബിയുടെ ഫുൾ ഫോം. അപ്പോൾ അവരും ഒരു റെഗുലേറ്ററി ബോഡിയാണ്, ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ഒരു റെഗുലേറ്ററി ബോഡിയാണ്. ഈ ഫിനാൻഷ്യൽ സാമ്പത്തികമായിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം, കമ്പനിയുടെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ഒരു റെഗുലേറ്ററി ബോഡിയാണ് ഈ സെബി എന്ന് പറയുന്നത്. ഓൾസോ മാൻഡേറ്റ്സ് കംപ്ലീറ്റ് ഡിസ്ക്ലോസർ ടു ബി മെയ്ഡ് ബൈ ദ കമ്പനീസ്. അവരും പറഞ്ഞിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് കമ്പനിയുടെ കാര്യങ്ങളെല്ലാം അതിൻ്റെ അത് ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ള കാര്യം, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ള കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. ടു ഗീവ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. അപ്പോൾ ഒരു ട്രൂ ആയിട്ടുള്ള, സത്യസന്ധമായിട്ടുള്ള അല്ലെങ്കിൽ മാന്യമായിട്ടുള്ള രീതിയിൽ പ്രോഫിറ്റബിലിറ്റി നമ്മളത് സത്യസന്ധമായിട്ടുള്ള രീതിയിൽ അത് കാണിക്കണം, എല്ലാ കാര്യങ്ങളും അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ള കാര്യം സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയും കമ്പനീസ് ആക്ട് 1956 പറഞ്ഞിട്ടുണ്ട്. കമ്പനീസ് ആക്ട് 1956 ഈ പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കണക്കെല്ലാം ചെയ്യുന്നതിനായിട്ടുള്ളൊരു ഫോർമാറ്റ് കമ്പനീസ് ആക്ട് 1956 പ്രകാരമാണ് നമ്മളതെല്ലാം ചെയ്യുന്നത്. ഇനി അടുത്താണ് കൺസിസ്റ്റൻസി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ കൺസിസ്റ്റായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സ്ഥിരമായിട്ട് ഒരു മെത്തേഡ് മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ആ മെത്തേഡ് എന്നുള്ള വാക്ക് ഓർത്ത് വെക്കുക. അപ്പോൾ ഒരു കമ്പനി സ്ഥിരമായിട്ട് ഒരു മെത്തേഡുകൾ മാത്രം ഉപയോഗിക്കുക. ഇപ്പം നമ്മൾ പറഞ്ഞ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനും ബാലൻസ് ഷീറ്റിനും അല്ലെങ്കിൽ ഈ പറഞ്ഞേക്കുന്ന അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾക്കെല്ലാം ഒരു പ്രത്യേക ഫോർമാറ്റ് ഉണ്ട്. അതും പ്രകാരമായിട്ടാണ് എല്ലാ കമ്പനികളും ഈ കാൽക്കുലേഷൻ എല്ലാം ചെയ്തുകൊണ്ട് പോകുന്നത്. നമ്മളും ആ ഫോർമാറ്റുകളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. പക്ഷേ ആ ഫോർമാറ്റിനകത്ത് ചെയ്യുന്ന സമയത്തും നമുക്ക് കുറച്ച് മെത്തേഡുകളുണ്ട്. ഇപ്പോൾ ഒരു സാധനം കണ്ടുപിടിക്കാനായിട്ട് പല ഫോർമുലകളും ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ഐറ്റം കണ്ടുപിടിക്കുന്നതിനായിട്ട് നമുക്ക് പല മെത്തേഡുകൾ ഉപയോഗിച്ച് കണക്ക് ചെയ്യാം. ഫോർമാറ്റ് ഒന്നാണെങ്കിലും അത് കണ്ടുപിടിക്കുന്നതിന്, ആ എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നതിനായിട്ട് നമുക്ക് പല മെത്തേഡുകൾ ഉപയോഗിക്കാം. ഇപ്പം ഈ കൺസിസ്റ്റൻസിക്കകത്ത് പറഞ്ഞിട്ടുള്ളത് എല്ലാ വർഷവും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള മെത്തേഡ് മാത്രം ഉപയോഗിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പല വർഷങ്ങളിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ വെച്ച് കമ്പനിയെ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഈ വർഷത്തെ പ്രോഫിറ്റും അല്ലെങ്കിൽ ഈ വർഷത്തെ പ്രോഫിറ്റ് കഴിഞ്ഞ 5 വർഷങ്ങളിലെ പ്രോഫിറ്റുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? കമ്പനി വളരുന്നുണ്ടോ, കമ്പനിക്ക് ലാഭം ഉണ്ടാകുന്നുണ്ടോ, കൂടുതലാണോ അത് നഷ്ടത്തിലാണോ കഴിഞ്ഞ 5 വർഷമായിട്ട് പോകുന്നതെന്ന് അറിയുന്നതിനായിട്ട് കഴിഞ്ഞ 5 വർഷങ്ങളിലെ കണക്കുമായിട്ട് താരതമ്യം ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെ താരതമ്യം ചെയ്യണമെങ്കിൽ 5 വർഷവും ഒരു മെത്തേഡ് മാത്രം ഉപയോഗിച്ച് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് അർത്ഥമുള്ളൂ. അപ്പം നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു സ്ഥിരതയുണ്ടായിരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡിന് അല്ലെങ്കിൽ ഫോർമാറ്റുകൾക്കെല്ലാം
ഒരു സ്ഥിരതയുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ അക്കൗണ്ടിങ് റിപ്പോർട്ടുകളുമായിട്ട് ഇന്നത്തെ ഈ സമയത്തുണ്ടാകുന്ന അക്കൗണ്ടിങ് റിപ്പോർട്ടിനെ താരതമ്യം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ കമ്പനി 5 വർഷമായിട്ട് വളരുന്നുണ്ടോ, അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് നമ്മൾ പരിശോധിക്കുന്നത്? കഴിഞ്ഞ 10 വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് അതിൻ്റെ പ്രോഫിറ്റുമായിട്ടാണ് നമ്മൾ താരതമ്യം ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വർഷവും പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിന് ഒരു സ്ഥിരമായിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ മാത്രമാണ് നമുക്കതിന് താരതമ്യം ചെയ്യാൻ പറ്റുകയുള്ളൂ. അതല്ല ഓരോ വർഷവും ഓരോ മെത്തേഡാണെങ്കിൽ നമുക്കത് താരതമ്യം ചെയ്താലും കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല. കാരണം ഓരോ വർഷം ഓരോ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് പല പല ഐറ്റങ്ങളും കൃത്യമാണെന്ന് അത് താരതമ്യം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പം ഈ കൺസെപ്റ്റ് പ്രകാരം പറഞ്ഞിട്ടുള്ളത് ഒരു സ്ഥിരമായിട്ടൊരു മെത്തേഡ് കമ്പനി ഉപയോഗിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ കൺസിസ്റ്റൻസിയുടെ അടുത്ത് തന്നെ എഴുതി വെച്ചുകൊള്ളുക ഒരു യൂണിഫോം മെത്തേഡെന്ന് പേന കൊണ്ട് എഴുതി വെച്ചുകൊള്ളുക. ദ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ബൈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും വഴിയാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ കൊടുക്കുന്നത്. വുഡ് ബി യൂസ്ഫുൾ അതെപ്പോഴാണ് യൂസ്ഫുൾ ആവുന്നത്? ഇൻ ഡ്രോയിങ് കൺക്ലൂഷൻ റിഗാർഡിംഗ് ദ വർക്കിംഗ് ഓഫ് ആൻ എൻ്റർപ്രൈസ് ഓൺലി. എപ്പോഴാണ് യൂസ്ഫുൾ ആവുന്നത്? ഓൺലി വെൻ ഇറ്റ് അലൗസ് കമ്പാരിസൺസ് ഓവർ എ പീരീഡ്. ഓവർ എ പീരീഡ് എന്ന് പറഞ്ഞാൽ പല പീരീഡിൽ പല വർഷങ്ങളിലുമായിട്ട് കമ്പയർ ചെയ്തെങ്കിലാണ് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുള്ളൂ. പീരീഡ് ഓഫ് ടൈം ആസ് വെൽ ആസ് വിച്ച് ദ വർക്കിംഗ് ഓഫ് അതർ എൻ്റർപ്രൈസ്. അല്ലെങ്കിൽ മറ്റ് കമ്പനികളുമായിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കമ്പയർ ചെയ്തെങ്കിലാണ് നമ്മുടെ കമ്പനിക്ക് എന്തെങ്കിലും വളർച്ചയുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഒന്നിലെ കഴിഞ്ഞ കാലഘട്ടങ്ങളുമായിട്ട് കമ്പയർ ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് കമ്പയർ ചെയ്താൽ നമുക്കറിയാം കമ്പനി പ്രോഫിറ്റ് കൂടുതലാണോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറവാണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ മറ്റ് കമ്പനികളുമായിട്ട് താരതമ്യം ചെയ്യാം. അപ്പം നമ്മുടെ ബിസിനസ് ചെയ്യുന്ന മറ്റ് കമ്പനികൾ കാണും. അപ്പോൾ അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എടുത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം അവരെ പോലെ തന്നെ നമ്മൾ ലാഭം ഉണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരെക്കാൾ നഷ്ടത്തിലാണോ നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ അവരെക്കാൾ മെച്ചമാണോ നമ്മുടെ കമ്പനി എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇതെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോമൺ ആയിട്ടൊരു മെത്തേഡ് ഉപയോഗിച്ച് കണക്ക് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ കമ്പാരിസൺ എന്ന് പറഞ്ഞ കാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ദസ് ബോത്ത് ഇൻ്റർഫേം, അതായത് പല കമ്പനികളുമായിട്ട് താരതമ്യം ചെയ്യണമെങ്കിലും അതിൻ്റെ ഇൻ്റർ പീരീഡ് പല കാലഘട്ടങ്ങളായിട്ട് കമ്പയർ ചെയ്യണമെങ്കിലും കമ്പാരിസൺസ് ആർ റിക്വയർഡ് ടു ബി മെയ്ഡ്. ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് കമ്പാരിസൺ നടത്തേണ്ടതായിട്ട് വരും. ഇൻ്റർഫേം കമ്പാരിസൺ നടത്തേണ്ടി വരും, ഇൻ്റർ പീരീഡ് കമ്പാരിസൺ നടത്തേണ്ടി വരും. 2 താരതമ്യങ്ങളാണ്. ഒന്ന് മറ്റ് കമ്പനികളുമായിട്ട് നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ താരതമ്യം ചെയ്യേണ്ടി വരും. കഴിഞ്ഞ വർഷങ്ങളുമായിട്ട് നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളെ നമുക്ക് താരതമ്യം ചെയ്യേണ്ടി വരും. എന്തിനു വേണ്ടിയിട്ടാണ്? കമ്പനിക്ക് എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്, വളർച്ച ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. ദിസ് ക്യാൻ ബി പോസിബിൾ ഓൺലി വെൻ അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ഫോളോവേഡ് ബൈ ദ എൻ്റർപ്രൈസ് ആർ യൂണിഫോം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഇതെങ്ങനെയാണ് പോസിബിൾ ആകുന്നത്? ഓൺലി ഒരു കാര്യം ചെയ്താൽ മാത്രമേ സാധിക്കുള്ളൂ. അക്കൗണ്ടിങ് പോളിസി, അക്കൗണ്ടിങ്ങിൻ്റെ ചെയ്യുന്ന സമയത്തുള്ള പോളിസികളും അല്ലെങ്കിൽ പ്രാക്ടീസസും, പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ മെത്തേഡുകളും എല്ലാം എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത്? എൻ്റർപ്രൈസ് ആർ യൂണിഫോം, ഒരുപോലെ ആയിരിക്കണം. മറ്റുള്ള കമ്പനികളുമായിട്ട് നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരുപോലെ ആയിരിക്കണം. അതുപോലെ തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റുകളും ഒരുപോലെ തന്നെ ആയിരിക്കണം. ആൻഡ് ആർ കൺസിസ്റ്റൻറ്റ്, സ്ഥിരമായിരിക്കണം. ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഓവർ ഓഫ് പീരീഡ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ ഒരുപോലെയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് കമ്പനികളുടെ അക്കൗണ്ടിങ് ഫോർമാറ്റ് പോലെ തന്നെയാണ് നമ്മുടെ കമ്പനിയുടെ അക്കൗണ്ടിങ് ഫോർമാറ്റെങ്കിൽ നമുക്ക് അതിനെയെല്ലാം താരതമ്യം ചെയ്യാനായിട്ട് സാധിക്കും. മറ്റ് കമ്പനികളുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷനായിട്ട് താരതമ്യം ചെയ്യാൻ സാധിക്കും. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ അക്കൗണ്ടിങ് ഇൻഫർമേഷനൊക്കെ ആയിട്ട് നമുക്കിതിനെ താരതമ്യം ചെയ്യുന്നതിന് സാധിക്കും. ഇതാണ് കൺസിസ്റ്റൻസിക്കകത്ത് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു സ്ഥിരത ഉണ്ടായിരിക്കണം. അക്കൗണ്ടിങ് മെത്തേഡുകളെല്ലാം എല്ലാ വർഷങ്ങളിലും ഒരുപോലെ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അതോടൊപ്പം തന്നെ യൂണിഫോം ആയിട്ടുള്ള മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അടുത്താണ് കൺസർവേറ്റിസം കൺസെപ്റ്റ്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് പ്രോഡൻസ്. ഈ 2 പേര് ഓർത്തിരിക്കുക. ചിലപ്പോൾ പ്രോഡൻസ് കൺസെപ്റ്റ് എന്താണെന്നാണ് ചോദിക്കുക. അപ്പോൾ ഈ കൺസെപ്റ്റ് പ്രകാരം പറഞ്ഞിട്ടുള്ളത് നമ്മളൊരു അക്കൗണ്ടിങ് തയ്യാറാക്കുന്ന സമയത്ത്, കണക്ക് തയ്യാറാക്കുന്ന സമയത്ത് ആൻറ്റിസിപ്പേറ്റ് നോ പ്രോഫിറ്റ്, നമ്മൾ ലാഭം പ്രതീക്ഷിക്കരുത്. ആൻഡ് പ്രൊവൈഡ് ഓൾ പോസിബിൾ ലോസ്. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ള എല്ലാ സാധ്യതകളെയും നമ്മൾ അക്കൗണ്ടിൽ കാണിക്കണം. ലാഭം സംഭവിക്കുന്നതൊന്നും കൂടുതൽ കാണിക്കരുത്. പകരം കൂടുതൽ നമ്മൾ എന്താ കാണിക്കേണ്ടത്? പോസിബിൾ ലോസ്, നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതകളെ പറ്റി ആണ് നമ്മൾ കൂടുതൽ അക്കൗണ്ട് ബുക്കിനകത്ത് കാണിക്കുന്നത്. ഈസ് ദ എസൻസ് ഓഫ് ദിസ് പ്രിൻസിപ്പിൾ. ഇതാണ് ഈ പ്രിൻസിപ്പിളിൻ്റെ ഒരു എസൻസ് എന്ന് പറയുന്നത്. ദിസ് പ്രിൻസിപ്പിൾ കൺസിഡേഴ്സ്, ഈ പ്രിൻസിപ്പിൾ കൺസിഡർ ചെയ്യുന്നത് ഓൾ പോസിബിൾ ലോസിനെയാണ്, നഷ്ടത്തിനെയാണ് കൂടുതൽ സാധ്യത കൊടുക്കുന്നത്. ബട്ട് ലീവ്സ് ഓൾ പ്രോസ്പെക്റ്റീവ് പ്രോഫിറ്റ്. സാധ്യതയുള്ള ലാഭത്തെ പറ്റിയിട്ടൊന്നും നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നില്ല. കൂടുതലും നഷ്ടത്തെ പറ്റിയിട്ടാണ് നമ്മൾ, ബിസിനസ്സിലല്ല കേട്ടോ, അത് ശ്രദ്ധിക്കണം. ബിസിനസ് ചെയ്യുമ്പോഴല്ല നമ്മൾ നഷ്ടത്തെ പറ്റി ചിന്തിക്കുന്നത്.
നമ്മൾ അക്കൗണ്ട് തയ്യാറാക്കുന്ന സമയത്ത് നഷ്ടത്തെ പറ്റിയിട്ടാണ് കൂടുതൽ ചിന്തിക്കുന്നത്, ലാഭത്തെപ്പറ്റി അധികം ചിന്തിക്കുന്നില്ല. ഇനി ദി കൺസെപ്റ്റ് ഓഫ് കൺസർവേറ്റിസം ഓൾസോ കോൾഡ് പ്രൂഡൻസ് പ്രൊവൈഡ്സ് ഗൈഡൻസ് ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഈസ് ബേസ്ഡ് ഓൺ ദ പോളിസി ഓഫ് പ്ലേയിങ് സേഫ്. അത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് നോക്കുക, പ്ലേയിങ് സേഫ് എന്നുള്ളത്. ഇനി എന്താണ് ആ പ്ലേയിങ് സേഫ് എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഈ സേഫ് ആവുന്നത്? ദി കൺസെപ്റ്റ് സ്റ്റേറ്റ് ദാറ്റ് എ കോൺഷ്യസ് അപ്രോച്ച് ഷുഡ് ബി അഡോപ്റ്റഡ് ഇൻ അസർട്ടൈനിങ് ഇൻകം. അപ്പോൾ നമ്മൾ വരുമാനം അസർട്ടൈൻ ചെയ്യുന്ന സമയത്ത് ഒരു കോൺഷ്യസ് അപ്രോച്ച് നമ്മൾ ബോധപൂർവം ചെയ്യുന്നൊരു കാര്യമാണ്. സോ ദാറ്റ് പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ് ആർ നോട്ട് ഓവർ സ്റ്റേറ്റഡ്. അങ്ങനെയുള്ള സമയത്ത് ഇപ്പം നമ്മൾ നഷ്ടത്തിനുള്ള എല്ലാ സാധ്യതകളും അക്കൗണ്ടിൽ കാണിക്കുന്ന സമയത്ത് എന്താണ് അക്കൗണ്ട് ബുക്കിനകത്ത് കുറയുന്നത്? പ്രോഫിറ്റാണ് കുറയുന്നത്. ശരിക്കും പ്രോഫിറ്റ് അത്രയും കുറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ബിസിനസ്സിനകത്ത് പ്രോഫിറ്റ് ചിലപ്പോൾ കൂടുതലായിരിക്കാം, പക്ഷേ നമ്മൾ അക്കൗണ്ട് ബുക്കിനകത്ത് നഷ്ടം വരാനുള്ള എല്ലാ സാധ്യതകളെയും, അത് കള്ളത്തരമല്ല കാണിക്കുന്നത്, നിയമപ്രകാരം നമുക്ക് നഷ്ടം അല്ലെങ്കിൽ പ്രോഫിറ്റ് കുറച്ച് കാണിക്കുന്നതിനായിട്ട് കുറേ വഴികൾ നമുക്കുണ്ട്. അതും പ്രകാരമാണ് നമ്മൾ ഈ അക്കൗണ്ട്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ അങ്ങനെ അക്കൗണ്ട്സ് തയ്യാറാക്കുന്ന വഴി നമുക്ക് എന്താണ്? പ്രോഫിറ്റ് നോട്ട് ഓവർ സ്റ്റേറ്റഡ്, പ്രോഫിറ്റ് ഒരിക്കലും കൂടുതലായിട്ട് കാണിക്കേണ്ടതായിട്ട് നമുക്ക് വരുന്നില്ല. ഇനി അങ്ങനെ പ്രോഫിറ്റ് കൂടുതൽ കാണിച്ചാൽ എന്താണ് കുഴപ്പങ്ങളെന്ന് നമുക്ക് നോക്കാം. ഈ പ്രോഫിറ്റ് അസർട്ടൈൻഡ് ആർ മോർ ദാൻ ആക്ച്വൽ. നമുക്ക് നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ആക്ച്വലിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും? ഇറ്റ് മേ ലീഡ് ടു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡൻഡ്. നമ്മൾ കൂടുതൽ ലാഭത്തിൻ്റെ വിഹിതം കൊടുക്കേണ്ടതായിട്ട് വരും ഔട്ട് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റൽ മൂലധനം തിരിച്ചു കൊടുക്കുന്ന കൂടെ തന്നെ നമ്മൾ എന്തും കൊടുക്കണം? ലാഭവിഹിതവും കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മുടെ കമ്പനിയിലോട്ട് കുറേ ആൾക്കാർ പൈസ മുടക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പൈസ മുടക്കിയവർക്ക് നമ്മൾ ലാഭത്തിൻ്റെ വിഹിതം കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വരും, വിച്ച് ഈസ് നോട്ട് ഫെയർ ആൻഡ് ഇറ്റ് വിൽ ലീഡ് റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ. അതെന്തിലോട്ട് ലീഡ് ചെയ്യും? മൂലധനം കുറയ്ക്കുന്നതിലോട്ട്. അപ്പം ലാഭവിഹിതം കൂടുതൽ എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് കുറഞ്ഞു പോകും? ക്യാപിറ്റൽ, മൂലധനം കുറയാനുള്ള സാധ്യതയുണ്ട് ഓഫ് എൻ്റർപ്രൈസ്. അതോടൊപ്പം തന്നെ ടാക്സിൻ്റെ റേറ്റ് ടാക്സ് കൂടുതൽ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൺസർവേറ്റിസം കൺസെപ്റ്റ് പ്രകാരം പറഞ്ഞേക്കുന്നത് ഓൾ പോസിബിൾ ലോസ് ആർ നമ്മൾ എന്ത് ചെയ്യണം? ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. എല്ലാ സാധ്യമായിട്ടുള്ള ലോസും നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. ഇപ്പോൾ പ്രോഫിറ്റ് സംഭവിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല നമ്മൾ അക്കൗണ്ട്സ് തയ്യാറാക്കുന്നത്, നഷ്ടം സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്ന് കരുതിയിട്ടാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്? അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഇവിടെ തയ്യാറാക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു എസൻസ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നഷ്ടം സംഭവിക്കാനും സാധ്യതയുണ്ട് എന്ന് കരുതിയിട്ടാണ് നമ്മൾ കൺസർവേറ്റിസം കൺസെപ്റ്റ് പ്രകാരം അക്കൗണ്ട്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ഉള്ളതിനേക്കാൾ കൂടുതൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പം? നമ്മുടെ കമ്പനിയിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ലാഭവിഹിതം അല്ലെങ്കിൽ ഡിവിഡൻഡ് കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും. അത് കമ്പനിക്ക് നഷ്ടമാണ്. അത് കമ്പനിയുടെ ക്യാപിറ്റൽ കുറയ്ക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളെന്താണ് ചെയ്യുന്നത്? ആക്ച്വൽ പ്രോഫിറ്റ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പോസിബിളായിട്ടുള്ള എല്ലാ ലോസസും നമ്മളിവിടെ കാണിക്കുന്നുണ്ട്, അക്കൗണ്ട് ബുക്കിനകത്ത് നമ്മൾ കാണിക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ്. ഈ മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കണക്ക് ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രയോജനം, ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രയോജനം കിട്ടത്തക്ക രീതിയിൽ വേണം നമ്മളത് ചെയ്യാനായിട്ട്. അതായത് ഇപ്പം നമ്മൾ ഒരു 10 രൂപ 50 പൈസ എന്നുള്ളത്, ആ 50 പൈസ എന്നുള്ളതൊന്ന് റൗണ്ട് ചെയ്ത് എഴുതുക. ഇപ്പോൾ 10 രൂപ 60 പൈസയാണെങ്കിൽ അത് 11 രൂപ എന്ന് എഴുതുക. അങ്ങനെ അതൊന്ന് റൗണ്ട് ചെയ്തൊക്കെ എഴുതിയിട്ട് വേണം അതൊന്ന് മെറ്റീരിയലായിട്ട്, അതായത് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യത്തക്ക രീതിയിൽ വേണം നമ്മൾ ഈ അക്കൗണ്ട്സ് തയ്യാറാക്കാനായിട്ട്. ദി കൺസെപ്റ്റ് ഓഫ് മെറ്റീരിയാലിറ്റി റിക്വയർസ് ദാറ്റ് അക്കൗണ്ടിങ് ഷുഡ് ഫോക്കസ് ഓൺ മെറ്റീരിയൽ ഫാക്ട്സ്. അപ്പോൾ അക്കൗണ്ടിങ് എന്തിനാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്? മെറ്റീരിയൽ ഫാക്ട്സ്, അതായത് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. എഫേർട്സ് ഷുഡ് നോട്ട് ബി വേസ്റ്റഡ് ഓൺ റെക്കോർഡിംഗ് ദ ആൻഡ് പ്രസൻറ്റിംഗ് ഫാക്ട്സ്. അപ്പം നമ്മൾ ഫാക്ട്സ് റെക്കോർഡ് ചെയ്യണം, സത്യങ്ങൾ റെക്കോർഡ് ചെയ്യണം എന്ന് പറഞ്ഞ് അനാവശ്യമായിട്ട് നമ്മുടെ എഫേർട്സ് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ അധ്വാനം കളയേണ്ട ആവശ്യമില്ല. വിച്ച് ആർ ഇമ്മെറ്റീരിയൽ ഇൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം. ഇപ്പോൾ ഒരു വരുമാനം കണ്ടുപിടിക്കുന്ന സമയത്ത് ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള വലിയ പ്രയോജനമൊന്നും ഇല്ലാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ വിട്ടുകളയേണ്ടതാണ്. ദ ക്വസ്റ്റ്യൻ ദാറ്റ് അറൈസ് ഹിയർ ഈസ് വാട്ട് ഈസ് മെറ്റീരിയൽ ഫാക്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് തോന്നും എന്താണ് മെറ്റീരിയൽ ഫാക്റ്റ്? ദ മെറ്റീരിയാലിറ്റി ഓഫ് ഫാക്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ആൻഡ് ദ എമൗണ്ട് ഇൻവോൾവ്ഡ്. അപ്പോൾ മെറ്റീരിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, അതിൻ്റെ നേച്ചർ, നമ്മൾ എഴുതുന്ന ട്രാൻസാക്ഷൻ്റെ സ്വഭാവവും അതോടൊപ്പം തന്നെ അതിൻ്റെ അകത്ത് എത്രത്തോളം രൂപ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് മെറ്റീരിയൽ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, മെറ്റീരിയാലിറ്റി ഓഫ് ഫാക്ട് ഡിപ്പെൻഡ്സ് ഓൺ. മെറ്റീരിയാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേച്ചർ ആൻഡ് ദ എമൗണ്ട് ഇൻവോൾവ്ഡ്, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു സാധനത്തിന് എത്രത്തോളം പൈസ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് മെറ്റീരിയലിറ്റിക്കകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എനി ഫാക്ട് വുഡ് ബി കൺസിഡേർഡ് ആസ് മെറ്റീരിയൽ ഇഫ് ഇറ്റ് ഈസ് റീസണബിളി ബിലീവ്ഡ് ദാറ്റ് ഇറ്റ്സ് നോളജ് വുഡ് ബി ഇൻഫ്ലുവൻസ്ഡ് ദ ഡിസിഷൻ ഓഫ് ഇൻഫോംഡ് യൂസർ.
ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരു തീരുമാനം എടുക്കുന്നതിനായിട്ടാണ് ഒരാൾ കയ്യിലെടുക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പം ഇൻകം ടാക്സുകാരോ അല്ലെങ്കിൽ കമ്പനിയുടെ മാനേജറോ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സോ മണി ലെൻഡേഴ്സോ ആര് വേണേ ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ എടുത്തു നോക്കുമ്പം അവരുടെ തീരുമാനത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രം അതിൻ്റെ അകത്ത് എഴുതിയാൽ മതി. അതായത് വലിയ എമൗണ്ടുകൾ, ചെറിയ കാര്യങ്ങളെല്ലാം വിട്ട് കളയുക, ഇമ്മീഡിയലായിട്ടുള്ള കാര്യങ്ങളെല്ലാം വിട്ട് കളയുക. ഇതൊക്കെ എന്തിനാണ് ഇതിനകത്ത് കൊണ്ട് എഴുതി വെച്ചേക്കുന്നത്? അപ്പോൾ ഫാക്റ്റ് മുഴുവൻ രേഖപ്പെടുത്തണമെന്നും പറഞ്ഞ് നമ്മൾ എല്ലാ പോയിന്റ് 1 പൈസ 2 പൈസ എന്ന് പറഞ്ഞൊന്നും എഴുതേണ്ട കാര്യമില്ല. അതൊക്കെ നമുക്ക് റൗണ്ട് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം റൗണ്ട് ചെയ്തൊക്കെ എഴുതി മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, അതായത് ഡിസിഷൻ മേക്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാകത്തിനുള്ള കാര്യങ്ങൾ മാത്രം നമ്മളവിടെ എഴുതിയാൽ മതി, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതിയാൽ മതി. ആരെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിനായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അത് വെച്ചിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിയണം. അല്ലാണ്ട് ഇത് മുഴുവൻ വായിച്ച് കൺഫ്യൂഷനായിട്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് എഴുതി വെക്കേണ്ട കാര്യമില്ല. മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അവിടെ രേഖപ്പെടുത്തിയാൽ മതി. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, മണി സ്പെൻഡ് ഓൺ ക്രിയേഷൻ ഓഫ് അഡീഷണൽ കപ്പാസിറ്റി ഓഫ് എ തിയേറ്റർ വുഡ് ബി മെറ്റീരിയൽ ഫാക്റ്റ് ആസ് ഇറ്റ് ഈസ് ഗോയിങ് ടു ഇൻക്രീസ് ദ ഫ്യൂച്ചർ ഏണിംഗ് കപ്പാസിറ്റി ഓഫ് ദ എൻ്റർപ്രൈസ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഒരു അഡീഷണൽ കപ്പാസിറ്റി, തിയേറ്ററിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറേ പൈസ ചിലവാക്കി. അതെല്ലാം എന്താണ്? മെറ്റീരിയൽ ഫാക്ട്സ് ആണ്. അതെല്ലാം നമുക്ക് ഫ്യൂച്ചർ ഏണിംഗ് കപ്പാസിറ്റി, കമ്പനിയുടെ വരുമാനം കൂട്ടുന്നതിനായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം നമ്മളവിടെ രേഖപ്പെടുത്തിയാൽ മതിയാവും. പറഞ്ഞിരിക്കുന്നത് ഇത്രേ ഉള്ളൂ. ഒരു തിയേറ്ററിൻ്റെ കപ്പാസിറ്റി, അഡീഷണൽ കപ്പാസിറ്റി, ഒരു തിയേറ്ററിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കമ്പനിയുടെ ഫ്യൂച്ചർ ഏണിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, എൻ്റർപ്രൈസിൻ്റെ വരുമാനം കൂട്ടുന്നതിനായിട്ടാണ് തിയേറ്ററിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചത്. അപ്പോൾ അതിനായിട്ട് സ്പെൻഡ് ചെയ്ത പൈസയെല്ലാം നമുക്ക് അക്കൗണ്ട് ബുക്കിനകത്ത് കാണിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? അതെല്ലാം ഒരു തീരുമാനം എടുക്കുന്നതിനും അല്ലെങ്കിൽ അതെല്ലാം ഒരു വർത്തിയായിട്ടുള്ള കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എവിടെ രേഖപ്പെടുത്താവുള്ളൂ? അക്കൗണ്ട് ബുക്കിനകത്ത് രേഖപ്പെടുത്താവുള്ളൂ. ഇനി എന്തൊക്കെ കാര്യങ്ങൾ രേഖപ്പെടുത്തരുത്, എന്താണ് ഇമ്മെറ്റീരിയൽ, അതാണ് താഴെ പറഞ്ഞിട്ടുള്ളത്. ഇൻ സർട്ടൺ കേസസ്, ചില കേസുകളിൽ വെൻ ദ എമൗണ്ട് ഇൻവോൾവ്ഡ് ഈസ് വെരി സ്മോൾ, വളരെ ചുരുങ്ങിയ തുക മാത്രം ഉള്ള കേസുകളുണ്ട്. സ്ട്രിക്റ്റ് അഡ്ഹറൻസ് ടു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഈസ് നോട്ട് റിക്വയർഡ്. അപ്പോൾ അത്തരം കേസുകളിലൊന്നും ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഉപയോഗിക്കേണ്ടതിൻ്റെ വലിയ ആവശ്യം അവിടെ വരുന്നില്ല. ഫോർ എക്സാമ്പിൾ, സ്റ്റോക്ക് ഓഫ് എറേഴ്സ്, നമ്മുടെ കയ്യിലുള്ള റബ്ബർ ഇറൈസർ, അതിൻ്റെ സ്റ്റോക്കിൻ്റെ കണക്ക് കാണിക്കണമെന്ന് നിർബന്ധമില്ല. പെൻസിൽ, സ്കെയില്, ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. അതെല്ലാം നമ്മളവിടെ കാണിക്കേണ്ട, അസറ്റായിട്ട് കാണിക്കേണ്ട കാര്യമില്ല. അസറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു തുക വരുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ കാണിച്ചാൽ മതി. ഇതെല്ലാം എക്സ്പെൻസ് ആയിട്ട് എഴുതി കാണിക്കുക, സ്റ്റേഷനറി ആയിട്ടും എല്ലാം കാണിക്കേണ്ട കാര്യമുള്ളൂ. അതെല്ലാം അസറ്റ് സൈഡിൽ നമ്മൾ കൊണ്ട് കാണിക്കേണ്ട. ഇപ്പോൾ നമ്മൾ ക്ലോസ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിലുള്ള റബ്ബറിൻ്റെയും പെൻസിലിൻ്റെ സ്കെയിലിൻ്റെ കണക്കും, അല്ലെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് ഇറൈസർ റബ്ബറിൻ്റെയും പെൻസിലിൻ്റെ സ്കെയിലിൻ്റെ അത് നമ്മൾ കാണിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അതിനെയാണ് ഈ മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നത്. ആവശ്യമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരാൾക്ക് തീരുമാനം എടുക്കുന്നതിനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അവിടെ കാണിച്ചാൽ മതിയാവും. വാട്ട് എവർ എമൗണ്ട് ഓഫ് സ്റ്റേഷനറി ഈസ് ബോട്ട് ഇൻ ആൻ അക്കൗണ്ടിങ് പീരീഡ് ഈസ് ട്രീറ്റഡ് ആസ് എക്സ്പെൻസ് ഓഫ് ദാറ്റ് പീരീഡ്. അപ്പോൾ ഈ സ്റ്റേഷനറി മേടിച്ചെല്ലാം എന്തായിട്ട് കാണിച്ചാൽ മതി? ചിലവായിട്ട് കാണിച്ചാൽ മതി. അതെല്ലാം ഈ റൈസറുണ്ട്, പെൻസിലുണ്ട്, സ്കെയിലുണ്ടെന്നും പറഞ്ഞ് അസറ്റായിട്ട് കൊണ്ട് കാണിക്കേണ്ട കാര്യം ഇല്ല. വെദർ കൺസ്യൂമർ നോട്ട്, അത് ഉപയോഗിച്ചില്ല, അതൊന്നും നമ്മൾ ഇവിടെ കാണിക്കേണ്ട, അസറ്റ് സൈഡിൽ കാണിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അതെല്ലാം എക്സ്പെൻസ് ആയിട്ട് കാണിക്കുക. ഇത്രയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റിനകത്ത്. മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അക്കൗണ്ട് ബുക്കിനകത്ത് കാണിച്ചാൽ മതി. അതായത് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ഡിസിഷൻ എടുക്കാൻ, തീരുമാനങ്ങൾ എടുക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ മാത്രം അക്കൗണ്ട് ബുക്കിനകത്ത് എഴുതിയാൽ മതി. ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി നമ്മുടെ എഫേർട്സ് വേസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വലിയ എമൗണ്ട് ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് സഹായകമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അക്കൗണ്ട് ബുക്കിനകത്ത് കാണിച്ചാൽ മതി. അതോടൊപ്പം തന്നെ ഈ പൈസയുടെ കാര്യങ്ങളൊന്നും നമ്മൾ എഴുതേണ്ട, അതെല്ലാം റൗണ്ട് ചെയ്ത് രൂപയാക്കി എഴുതിയാൽ മതി. അതോടൊപ്പം തന്നെ ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അക്കൗണ്ട് ബുക്കിനകത്ത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കാണിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന പോലെ തന്നെ റബ്ബറും പെൻസിലും സ്കെയിലൊന്നും അസറ്റായിട്ട് കാണിക്കേണ്ട, അതെല്ലാം സ്റ്റേഷനറി ആയിട്ട് എക്സ്പെൻസ് ആയിട്ട് ചിലവായിട്ട് കാണിച്ചാൽ മതിയാവും. അടുത്താണ് ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എഴുതി വെച്ചുള്ള ഏതൊരു ട്രാൻസാക്ഷൻ നടന്നെങ്കിലും അതിൻ്റെ തെളിവായിട്ട് നമ്മൾ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് സൂക്ഷിക്കേണ്ടതാണ്. അതാണ് ഈ ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബില്ലോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കാണും. ഇപ്പോൾ ഏതെങ്കിലും ഒരു സാധനം വിൽക്കുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബില്ലോ കാര്യങ്ങളൊക്കെ കാണും. അത് നമ്മൾ സൂക്ഷിക്കുക, സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് അത് സൂക്ഷിക്കുക. അതാണ് ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. ദി കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റിവിറ്റി റിക്വയർസ് ദാറ്റ് അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻ ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ആൻ ഒബ്ജക്റ്റീവ് മാനർ. ഒരു ഒബ്ജക്റ്റീവ് മാനറിലാണ് അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ഫ്രം ബയാസ് ഓഫ് അക്കൗണ്ടൻസ് ആൻഡ് അതേഴ്സ്.
അക്കൗണ്ടൻറ്റിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻവിധികളോ കാര്യങ്ങളോ ഇതിനകത്ത് അല്ലെങ്കിൽ കള്ളത്തരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് വരാൻ പാടില്ല. ഇനി അതെങ്ങനെയാണെന്ന് നോക്കാം. ദിസ് ക്യാൻ ബി പോസിബിൾ വെൻ ഈച്ച് ട്രാൻസാക്ഷൻ ഈസ് സപ്പോർട്ടഡ് ബൈ വെരിഫയബിൾ ഡോക്യുമെൻറ്റ്സ് ഓർ വൗച്ചേഴ്സ്. അപ്പം ഇതെങ്ങനെ പോസിബിൾ ആവും? വെൻ ഈച്ച് ട്രാൻസാക്ഷൻ, എല്ലാ ട്രാൻസാക്ഷനും സപ്പോർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡോക്യുമെൻറ്റ്സ് ഹാജരാക്കണം. അതിൻ്റെ വെരിഫൈ ചെയ്യാൻ പാകത്തിനുള്ള ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ വൗച്ചർ നമ്മൾ ഹാജരാക്കിയിരിക്കണം, അല്ലെങ്കിൽ അത് സൂക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ ബില്ലുകൾ സൂക്ഷിക്കണം. ഓരോ ട്രാൻസാക്ഷൻ്റെ ഓരോ ഇടപാടിൻ്റെയും ബില്ലുകൾ നമ്മൾ കയ്യിൽ സൂക്ഷിച്ചിരിക്കണം. ബില്ലുകൾക്ക് നമ്മൾ വിളിക്കുന്നവരാണ് വെരിഫയബിൾ ഡോക്യുമെൻറ്റ്സ് ഓർ വൗച്ചേഴ്സ് എന്ന്. ഇനി അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഫോർ എക്സാമ്പിൾ ദ ട്രാൻസാക്ഷൻ ഫോർ പർച്ചേസ് ഓഫ് മെറ്റീരിയൽസ്. നമ്മൾ എന്തെങ്കിലും മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മേ ബി സപ്പോർട്ടഡ് ബൈ ക്യാഷ് റെസിപ്റ്റ് ഫോർ മണി പെയ്ഡ്. അപ്പോൾ നമ്മൾ പൈസ അടച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് എന്തെന്നുള്ളത്? ക്യാഷ് റെസിപ്റ്റ്. നമ്മൾ പൈസ അടച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ്. നമ്മൾ ക്യാഷ് പർച്ചേസാണ് നടത്തുന്നതെങ്കിൽ, നമ്മൾ പൈസ കൊടുത്തിട്ടാണ് സാധനം മേടിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് റെസിപ്റ്റ്. ആ ക്യാഷ് റെസിപ്റ്റ് നമ്മൾ സൂക്ഷിച്ച് വെക്കുക. അതാണ് അതിൻ്റെ ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് എന്ന് പറയുന്നത്. ഇഫ് ദ സെയിം പർച്ചേസർ ഓൺ ക്യാഷ്. അപ്പോൾ നമ്മൾ അത് പൈസ കൊടുത്തിട്ടാണ് വാങ്ങിയെങ്കിൽ നമുക്കതിന് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആയിട്ട് എന്ത് കിട്ടും? ക്യാഷ് റെസിപ്റ്റ് കിട്ടും. ഓർ കോപ്പി ഓഫ് ഇൻവോയ്സ് ആൻഡ് ഡെലിവറി ചെല്ലാൻ, അല്ലെങ്കിൽ കോപ്പി ഓഫ് ഇൻവോയ്സ് അല്ലെങ്കിൽ ഡെലിവറി ചെല്ലാൻ നമുക്ക് കിട്ടും. എന്താണെങ്കിൽ ഇഫ് ദ സെയിം ഈസ് പർച്ചേസർ ഓൺ ക്രെഡിറ്റ്. അത് നമ്മൾ ക്രെഡിറ്റിലാണ് വാങ്ങുന്നതെങ്കിൽ നമുക്കതിന് തെളിവായിട്ട് എന്ത് കിട്ടും? ഡെലിവറി ചെല്ലാൻ കിട്ടും, അല്ലെങ്കിൽ അതിനൊരു ഇൻവോയ്സ് എന്ന് പറയുന്ന സാധനം കിട്ടും. ഇതെല്ലാം ബില്ലുകളെന്നാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം. ഇതിനെയാണ് ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിലും അതിനൊരു എവിഡൻസ് ആയിട്ട് നമ്മളതിൻ്റെ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ വൗച്ചേഴ്സ് അല്ലെങ്കിൽ ബില്ലുകൾ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. ക്യാഷ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ ക്യാഷ് റെസിപ്റ്റ് സൂക്ഷിക്കുക. ക്രെഡിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഡെലിവറി ചെല്ലാൻ അല്ലെങ്കിൽ ഇൻവോയ്സ് സൂക്ഷിക്കുക. ഇതാണ് ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റിനകത്ത് പറയുന്നത്. ഇത് ഫ്രീ ഫ്രം ബയാസ്, അക്കൗണ്ടൻറ്റിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻവിധി അതിൻ്റെ അത് ബാധിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ അവരുടെ കള്ളത്തരങ്ങൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടാനായിട്ട് സാധിക്കില്ല.